ഇന്ന് നമുക്കൊരു അടിപൊളി തേങ്ങ അരച്ച ചെമ്മീൻ കറി ഉണ്ടാക്കിയാലോ? ചെമ്മീൻ കറിയൊക്കെ എല്ലാവരും സാധാരണയായിട്ട് വീട്ടിലുണ്ടാക്കുന്നതായിരിക്കും. പക്ഷേ ഞാനിന്നത് സ്പെഷ്യലായിട്ട് ചെയ്യാൻ കാരണം ഞാനിതിൽ 3 സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ എല്ലാ മീൻ കറിയിലും ചേർക്കുന്ന പോലെ പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില ചെറിയുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് അതേപോലെ തക്കാളി ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ 3 സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് പച്ചമാങ്ങ അരിഞ്ഞതും അതേപോലെ ചക്കക്കുരുവും മുരിങ്ങക്കായും ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ ചെമ്മീനും കൂടെ നന്നായിട്ട് വൃത്തിയാക്കി കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട്. തേങ്ങയും അരച്ച് വെച്ചിട്ടുണ്ട്. തേങ്ങ അല്പം മഞ്ഞളും കൂടെ ചേർത്തിട്ടാണ് അരച്ച് വെച്ചത്. ഇനി നമ്മളൊരു മൺചട്ടി എടുത്ത് അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഏകദേശം ഒരു 2 ടീസ്പൂണ് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു. അതിലേക്ക് നമ്മൾ ചെറിയുള്ളി അരിഞ്ഞതും കൂടെ എടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പിന്നെ നമുക്കതിലേക്ക് പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അതൊന്ന് നന്നായി വഴന്ന് വന്നതിന് ശേഷം നമുക്ക് തക്കാളിയും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ തക്കാളിയും കൂടെ നന്നായിട്ട് വഴറ്റിയതിന് ശേഷം ഇനി നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ അതിലേക്ക് ചേർക്കാം. അതിനുശേഷം നമ്മുടെ ചക്കക്കുരുവും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഈ ചക്കക്കുരു നമ്മൾ ചേർക്കുമ്പോൾ വേണമെങ്കിൽ നമുക്ക് നേരത്തെ ഇത് കുക്കറിൽ വേവിച്ചതിന് ശേഷം ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ നേരിട്ട് ഇതിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുകയാണ്. ഇത് തിളച്ച് വരുമ്പോൾ തന്നെ നമ്മുടെ ചക്കക്കുരു വെന്തോളും. കൂടെ നമ്മുടെ പച്ചമാങ്ങ അരിഞ്ഞതും കൂടെ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതും കൂടെ നന്നായിട്ട് വഴറ്റുക. നമ്മുടെ മൂന്നാമത്തെ ഇൻഗ്രീഡിയൻ്റ് ആയ മുരിങ്ങക്കായ ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നില്ല, കാരണം അതിന് ചുരുങ്ങിയ വേവേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ലാസ്റ്റിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമ്മുടെ പൊടികൾ ഒരു ചെറിയ സ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ 2 സ്പൂണ് മുളക് പൊടിയും കൂടെ ഇട്ട് കൊടുത്തു. ഇനി നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഈ പൊടിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്ന വരെ നന്നായിട്ട് വഴറ്റാം. അതിനുശേഷം നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമ്മൾ ഇതിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു 1/2 കപ്പ് വെള്ളം മതിയാവും. നമ്മൾ വേറൊരു മീൻ കറിയൊക്കെ ആണെങ്കിൽ പുളിവെള്ളം ഒഴിക്കും. ഇനി കുടംപുളി ആണെങ്കിൽ കുടംപുളി ഇട്ട് കൊടുക്കും. പക്ഷേ ഞാൻ ഈ ചെമ്മീൻ കറിയിൽ പുളി ഉപയോഗിക്കാറില്ല. മാത്രമല്ല നമ്മളിതിൽ പച്ചമാങ്ങ ഇട്ട് കൊടുത്തുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു പുളി ഇതിന് നന്നായിട്ടുണ്ടാവും. ഇത് നമുക്ക് ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. നന്നായിട്ടൊന്ന് തിളച്ച് വന്നോട്ടെ. അപ്പോൾ ഈ തിളച്ച് വന്നതിന് ശേഷം നമുക്ക് നമ്മുടെ മുരിങ്ങക്കായും കൂടെ ഇട്ട് കൊടുക്കാം. ഇപ്പം ഏകദേശം ചക്കക്കുരുവൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഒരു 3/4 വേവൊക്കെ ആയിട്ടുണ്ട്. അപ്പോഴാണ് നമ്മൾ ഈ മുരിങ്ങക്കായും കൂടെ ഇട്ട് കൊടുത്തത്. ഇനി അതിന് ശേഷം നമുക്ക് ഇത് വീണ്ടും അടച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുത്ത് അതിന് ശേഷം നമുക്ക് നമ്മുടെ ചക്കക്കുരുവൊക്കെ ഒന്ന് വെന്തോന്നൊക്കെ നോക്കാം. അപ്പം നന്നായിട്ട് വെന്തിട്ടുണ്ട് ചക്കക്കുരുവൊക്കെ. അതിന് ശേഷം നമ്മുടെ ചെമ്മീനും കൂടെ അതിലേക്ക് ഇട്ട് കൊടുത്ത് വേവിച്ചെടുക്കാം. ചെമ്മീന് ഒരുപാട് വേവൊന്നുമില്ല. കുറച്ച് നേരം അടച്ച് വെച്ച് വേവിച്ചതിന് ശേഷം തുറന്ന് നോക്കുമ്പോൾ ചെമ്മീനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ അരച്ച് വെച്ച തേങ്ങയും കൂടെ അതിലേക്ക് ചേർക്കാം. ഈ പാത്രത്തിൽ കുറച്ച് വെള്ളം കൂടിയാക്കി അതിലേക്ക് ഒഴിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചെമ്മീൻ കറി ഏകദേശം ഇവിടെ റെഡി ആയിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വന്നോട്ടെ. അപ്പോഴേക്കും നമുക്ക് അതിലേക്ക് വറവിടാനുള്ളത് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അപ്പുറത്തൊരു പാനൊക്കെ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കി കടുകിട്ട് പൊട്ടിച്ച് അതിലേക്ക് ഒരു ചെറിയുള്ളിയും കൂടെ ഇട്ട് നമ്മുടെ കറി തിളച്ച് വന്ന കറിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ടാൽ നമ്മുടെ സ്വാദിഷ്ടമായ ചെമ്മീൻ കറി റെഡി.